ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 3 ബുധനാഴ്ചയാണ്. US മാർക്കറ്റുകളിൽ ഇന്നലെ വലിയ ഇടിവാണ് കണ്ടത്. നാസ്ഡാക്ക് 2023 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഫോളിലേക്ക് പോയി. ഇന്നലെ ആപ്പിൾ ഉൾപ്പെടെയുള്ള മെഗാ ക്യാപ് സ്റ്റോക്കുകളെല്ലാം ഇടിയുകയുണ്ടായി. ഇന്ത്യൻ ADR സ്റ്റോക്കുകളും ഇന്നലെ ഇടിവിലായിരുന്നു. ഓയിൽ പ്രൈസുകൾ ഇടിവിൽ തന്നെയാണ്. നിഫ്റ്റി ഇന്നൊരു 70 മുതൽ 80 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഒരു സുപ്രധാനമായ വിധി കൂടി ഇന്ന് വരുന്നുണ്ട്. അദാനി ഹിൻബർഗ് കേസിന്റെ സുപ്രീം കോടതി വിധി ഇന്നാണ്. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളുള്ള ഒരു ദിവസം തന്നെയാണ്. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ വലിയ ഫോളാണ് കണ്ടത്. സെൻസെക്സ് ഒരു സമയത്ത് 650-ലേറെ പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. അതിന്റെ കാരണങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ 2 മാസം കൊണ്ട് നിഫ്റ്റി ഏകദേശം 14% മുകളിലാണ് റിട്ടേൺ നൽകിയത്. അതായത് ഒരു ഓവർബോട്ട് സോണിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. മറ്റൊരു കാരണം ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ ഇന്നലെ വീക്കായിരുന്നു. ഇന്നലെ ചൈനയിൽ നിന്നും മാനുഫാക്ചറിംഗ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ദുർബലമായ ഡാറ്റ ആയതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റ് ഇന്നലെ ഇടിയുകയുണ്ടായി. ഹോങ്കോങ് മാർക്കറ്റിൽ 1.5% മുകളിലാണ് ഇന്നലെ ഇടിവ് കണ്ടത്. ജപ്പാനിലാണെങ്കിൽ ഭൂചലനം കൂടി ആയതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഫോളായി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ വിക്സ് ആണ്. ഇന്ത്യ വിക്സ് ഒക്ടോബർ മാസത്തിൽ 10 അടുപ്പിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 15 അടുപ്പിച്ചാണുള്ളത്. വർദ്ധിച്ച ഇന്ത്യ വിക്സ് സമീപ ഭാവിയിൽ നല്ല വോളറ്റാലിറ്റിക്ക് സാധ്യതയുള്ളതായി കാണിക്കുന്നു. ഇതുകൂടാതെ ഇൻട്രാഡേ ബേസിസിൽ നിഫ്റ്റി 20 DMAക്ക് താഴെയായതും 21,650 എന്ന ലെവലിന് താഴേക്ക് പോയതും ഇടിവിന് കൂടുതൽ കാരണമായി. ഇന്നലെ മാർക്കറ്റിലുണ്ടായ ഒരു ഫോളിന്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കിയത്. മറ്റൊരു റിപ്പോർട്ട് ഗോൾഡ്മാൻ സാച്ചസ് രൂപയുടെ മൂല്യത്തിൽ ബുള്ളിഷാണ്. 2024 അവസാനത്തോടെ ഡോളറിനെതിരെ റുപ്പി 81 എത്തുമെന്നാണ് പ്രവചിക്കുന്നത്. ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ടോടുകൂടി ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഇക്വിറ്റി പോർട്ട്ഫോളിയോയിലേക്കും കൂടും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഏഷ്യയിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കും. ഇത് ഇന്ത്യൻ റുപ്പിക്ക് ഒരു നല്ല സംഭവ വികാസം തന്നെയാണ്. ഇതുകൂടാതെ ഇന്ത്യക്ക് പോസിറ്റിവിറ്റി നൽകുന്ന മറ്റ് ഘടകങ്ങളായി ഗോൾഡ്മാൻ സാച്ചസ് പറയുന്നത് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറവാണ്, വിദേശ കടം കുറവാണ്, ക്യാപിറ്റൽ ഫ്ലോസ് സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു. ഇതൊക്കെ പോസിറ്റിവിറ്റി ആയി പറയുന്നു. റുപ്പിയെക്കുറിച്ച് റോയിറ്റേഴ്സ് പോൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് വരുന്ന നവംബറോടുകൂടി രൂപയുടെ മൂല്യം 82.80 എന്ന നിലയിലെത്തുമെന്നാണ്. പക്ഷേ മറ്റൊരു പ്രശ്നം വരുന്നത് റുപ്പിയിലെ അമിത വൊളറ്റാലിറ്റി തടയാൻ RBI ഇടപെടും. അത് രൂപയുടെ നേട്ടം പരിമിതപ്പെടുത്താം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത ഇന്ത്യയുടെ SUV സെഗ്മെന്റ് വലിയ വളർച്ചയാണ് ഡിസംബർ മാസം ഉണ്ടാക്കിയത്. ആ വാർത്തയിലേക്കാണ്. ഡിസംബറിൽ SUV വിൽപ്പന കുതിച്ചുയർന്നു. മാരുതി സുസുക്കിയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഗണ്യമായ വളർച്ചയാണ് SUV സെഗ്മെന്റിൽ രേഖപ്പെടുത്തിയത്. ഇത് വലിയ സെഗ്മെന്റിലുള്ള വാഹനങ്ങളിൽ കൂടുതലായി ആളുകൾ താല്പര്യം കാണിക്കുന്നതിന് ഉദാഹരണമാണ്. എന്നാൽ സെയിൽസ് കുറഞ്ഞത് എൻട്രി ലെവലിലുള്ള വാഹനങ്ങളാണ്. വിലക്കയറ്റ ആശങ്കകൾ കാരണം കുറഞ്ഞ വിലയിലുള്ള കാറുകൾ സമ്മർദ്ദത്തിലാണ്. അവരുടെ സെയിൽസ് കുറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാരുതി സുസുക്കി അടക്കമുള്ള വലിയ കമ്പനികൾ ഇയർ എൻഡ് ഓഫറിനോടൊക്കെ അനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് നൽകിയിരുന്നത്. പക്ഷേ ഇതൊന്നും സെയിൽസിലേക്ക് കണ്ടില്ല. എൻട്രി ലെവലിലുള്ള വാഹനങ്ങൾ വൻതോതിലുള്ള സെയിൽസ് ഇടിവിലേക്കാണ് പോയത്. ഇനി 2 വീലർ സെഗ്മെന്റിലേക്ക് വന്നാൽ TVS മോട്ടോഴ്സും ബജാജ് ഓട്ടോയും വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. എന്നാൽ റോയൽ എൻഫീൽഡ് തകർച്ച നേരിട്ടു. ചുരുക്കത്തിൽ ഈ റിപ്പോർട്ട് പറയുന്നത് SUVകൾക്ക് കൂടുതൽ ആവശ്യക്കാരെ ഏറുന്നു എന്ന് തന്നെയാണ്. വളരെ നല്ലൊരു റിപ്പോർട്ട് തന്നെയാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്തതായി നിഫ്റ്റിയിലേക്ക് 21,665.35% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. 21,750 താഴെയായി ക്ലോസ് ചെയ്തു എന്നത് ഒരു ബിയറിഷ്നെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി ഇന്നലെ 21,750 എന്ന സോൺ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ സെല്ലിംഗ് പ്രഷർ കാരണം നിഫ്റ്റി ഡൗൺ ആയി. ഇന്നലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഡൗൺ സൈഡിൽ 21,600 മുതൽ 21,500 സോൺ ക്രൂഷ്യലാണ് എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി തന്നെ ആ സോൺ എത്തിയപ്പോൾ 21,556 എന്ന ലോ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരിച്ചു കയറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നും 21,600 21,500 സോൺ ഒരു ക്രൂഷ്യലായിട്ടുള്ള സോൺ തന്നെയാണ് ഡൗൺ സൈഡിൽ. അപ്പ് സൈഡിലേക്ക് വന്നാൽ 21,750 21,800 എന്നത് ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഈ സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ
നിഫ്റ്റിക്ക് വലിയ ഉയരങ്ങളിലേക്ക് ഇനി കടക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 2 മാസമായി നിഫ്റ്റി ഏകദേശം 14% ഉയർന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ അപ് ട്രെൻഡ് കൂൾ ഓഫ് ആകുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 21,800 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 21,700 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 21,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500-ലും അതിനുശേഷം 21,600-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം 21,700, 21,800 ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ള സോണാണ്. സപ്പോർട്ടിലേക്ക് വന്നാൽ 21,500, 21,600 സോണ് ഒരു സപ്പോർട്ടായി വരാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തതായി ഡെയിലി ചാർട്ടിൽ ചെറിയ ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. മാത്രമല്ല നിഫ്റ്റിയിൽ കണ്ടിരുന്ന ആ ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ അതിനൊരു വീക്ക്നെസ് വന്നിരിക്കുന്നു. അതും ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നെഗറ്റിവിറ്റി തന്നെയാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 21,650-ൽ 10% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ആ സ്ട്രൈക്കിൽ ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 292% വർധനമുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തതായി 21,600 സ്ട്രൈക്കിൽ 17% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിൽ 201% വർധനമാണുള്ളത്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഷോർട്ട് ബിൽഡപ്പുമാണ് അവിടെയുള്ളത്. അടുത്തതായി 21,700 സ്ട്രൈക്കിൽ 20% ഇടിവാണ് കാണുന്നത്. പുട്ട് സൈഡിൽ ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 136% വർധനമാണ് കോൾ സൈഡിലുള്ളത്. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഈ 3 സ്ട്രൈക്കും കാണിക്കുന്നത് കോൾ സൈഡാണ് കൂടുതൽ സ്ട്രോങ് എന്ന് തന്നെയാണ്. അതായത് മാർക്കറ്റിൻ്റെ ഒരു ബിയറിഷ്നെസ് തന്നെയാണ് കൂടുതലായി ഇത് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,761-ൽ 0.98% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 20 DMA ആണ്. അതായത് അത് വരുന്ന ലെവൽ എന്ന് പറയുന്നത് 27,600-നോട് അടുപ്പിച്ചാണ്. ഈ ലെവലിന് താഴെ ഒരു ക്ലോസ് ആണ് വരുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡ് കൂടുതൽ ശക്തമായി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്സൈഡിൽ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000-ആണ്. ഡൗൺ സൈഡിൽ 47,000-ഉം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് പോകാം. കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത സ്ട്രൈക്കുകളാണ് നോക്കുന്നത്. ആദ്യം കോൾ സൈഡിൽ 48,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000-ലും അതിനുശേഷം 49,500-ലുമാണ്. പുട്ട് സൈഡിൽ 46,500-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 46,000-ലുമാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത് 14.58 എന്ന നിലയിൽ 0.68% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ 7:30-ക്കുള്ള ഡെയിലി മാർക്കറ്റ് ന്യൂസിന് ശേഷം രാവിലെ 11 മണി മുതൽ 3:30 വരെ ലൈവ് സെഷൻ ഉള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ ലൈവ് സെഷൻ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. കാരണം ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണത്. ഒരു ട്രേഡിലേക്ക് എപ്പോൾ എൻ്റർ ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആരും മിസ്സാക്കരുത്. എല്ലാവരും ലൈവ് കാണുക. മാത്രമല്ല നമ്മുടെ ലൈവ് തുടങ്ങുന്നത് രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ സർവീസസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ന്യൂസിലേക്ക് ആദ്യം ഹീറോ മോട്ടോകോർപ്പിനെ സംബന്ധിച്ച വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോർപ്പ് 2023 ഡിസംബറിൽ 3,93,952 യൂണിറ്റ് മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും വിറ്റഴിച്ചു. മുൻവർഷം ഇത് 3,94,179 യൂണിറ്റ് ആയിരുന്നു. ഇത് താരതമ്യപ്പെടുത്തുമ്പോൾ 0.05% ഇടിവാണ് വന്നിരിക്കുന്നത്. ആഭ്യന്തര വിൽപ്പനയിൽ 0.92% ഇടിവും കണ്ടു. എന്നാൽ ഇതേ കാലയളവിൽ കയറ്റുമതി 25% വർധനവും കാണിച്ചിട്ടുണ്ട്. അടുത്തത് അവന്യൂ സൂപ്പർമാർട്ട്. കമ്പനി ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള സ്റ്റാൻഡലോൺ വരുമാനത്തിൽ 17.2% വളർച്ച രേഖപ്പെടുത്തി. 2023 ഡിസംബർ വരെ മൊത്തം സ്റ്റോറുകളുടെ എണ്ണം 341 ഉയർത്തുകയും ചെയ്തു. മറ്റൊരു കമ്പനി ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന കമ്പനിയാണ്. കമ്പനി 3,600 കോടി രൂപ വരെ സമാഹരിക്കാൻ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചു. ഫ്ലോർ പ്രൈസ് 597.63 എന്ന നിലയിലാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഉള്ളത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിക്കുന്നതാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അദാനി ഹിൻബർഗ് കേസ് ഇന്ന് സുപ്രീം കോടതി വിധി പറയും. 2024 ജനുവരി 3 രാവിലെ 10:30 വിധി പറയുക. അപ്പോൾ വളരെ നിർണായകമാവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. അടുത്തത് നാറ്റ്കോ ഫാർമയെ സംബന്ധിച്ച ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഡാഷ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന അമേരിക്കൻ കമ്പനി നാറ്റ്കോ ഫാർമ വാങ്ങിയിരിക്കുന്നു. US കൂടുതൽ മരുന്ന് വിൽക്കാൻ ഇത് നാറ്റ്കോ ഫാർമയെ സഹായിക്കും. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. അടുത്തത് ഡെൽറ്റ കോർപ്പ് Q3 ഫലങ്ങൾ പരിഗണിക്കുന്നതിന് ബോർഡ് മീറ്റിംഗ് ജനുവരി 9 ചേരും എന്നറിയിച്ചിരിക്കുന്നു. അടുത്തത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. 100 ഇലക്ട്രിക് ബസ്സുകൾ ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ടാറ്റ മോട്ടോഴ്സ് നൽകി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഇനി ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ഡെൽറ്റ കോർപ്പ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, സെയിൽ, സി എൻ്റർടൈൻമെൻറ്റ് എന്നീ കമ്പനികളാണ്. അടുത്തതായി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ ഇത്ര വലിയൊരു ഫോൾ വന്നിട്ടും നമ്മൾ എടുത്ത ഒരു കോള് വലിയ രീതിയിലുള്ള പ്രോഫിറ്റിലേക്ക് പോയി. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഇൻട്രാഡേയിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ആ സ്റ്റോക്കിലേക്കാണ് ആദ്യം പോകുന്നത്. NMDC 210 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 214.05 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 220 ആയിരുന്നു. ടാർഗറ്റ് കൃത്യമായി തന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് പ്രോഫിറ്റിലേക്ക് വന്ന മറ്റ് സ്റ്റോക്കുകളാണ്. ഡിക്സോൺ 6400 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 6339 എന്ന നിലയിൽ. സ്റ്റോക്ക് 6283 വരെയാണ് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റാണ് ഡിക്സോണിൽ ലഭിച്ചത്. അടുത്തത് വിപ്രോ 470 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 469 എന്ന നിലയിൽ. സ്റ്റോക്ക് 464.3 വരെയാണ് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റാണ് വിപ്രോയിൽ ലഭിച്ചത്. അടുത്തത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 2600 PE ആയിരുന്നു പറയുന്നത്. എൻട്രി എടുക്കുന്നത് 2546 എന്ന നിലയിൽ. സ്റ്റോക്ക് നല്ല പോലെ ഡൗൺ ആയി. ടാർഗറ്റിന് അരികെ വരെ എത്തി. 2517 വരെയാണ് സ്റ്റോക്ക് ഡൗൺ ആയത്. അടുത്തത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ എടുത്ത ട്രേഡുകളുടെ ഒരു അപ്ഡേറ്റ് ആണ്. ബാങ്ക് നിഫ്റ്റി ജനുവരി 1 നമ്മൾ പറഞ്ഞിരുന്നു 48,500 PE ആയിരുന്നു പറഞ്ഞത്. 48,400 എന്ന നിലയിലാണ് എൻട്രി എടുക്കുന്നത്. 47,689 വരെ ഇൻഡെക്സ് ഡൗൺ ആയി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചത്. അടുത്തത് ഇന്നലെ ഇൻട്രാഡേയിൽ നമ്മൾ എടുത്ത നിഫ്റ്റി 21,800 PE. എൻട്രി എടുക്കുന്നത് 21,658 നമുക്ക് നല്ല പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ ലഭിച്ചത്. 21,555 വരെയാണ് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റിലാണ് നമുക്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഇനി ഹോൾഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ BHEL 200 CE എൻട്രി എടുക്കുന്ന 204.35 എന്ന നിലയിലാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിങ്ങിലാണ്. മറ്റൊരു സ്റ്റോക്കിൽ നമുക്ക് ഇന്നലെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അശോക് ലൈലാൻഡ് ആണ്. 180 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 189.25 എന്ന നിലയിൽ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല അശോക് ലൈലാൻഡ് പോയത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി സ്വിംഗ് സെഗ്മെൻറ്റിൽ നല്ല പെർഫോമൻസിലേക്ക് വന്ന് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് ഇന്നലെ ലെമൺ ട്രീ ആയിരുന്നു. ഡിസംബർ 18 ലെമൺ ട്രീയിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 123 എന്ന നിലയിൽ എൻട്രി എടുത്ത് 133 വരെ ഇന്നലെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 8% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 130 ആയിരുന്നു. ടാർഗറ്റിന് മുകളിൽ വലിയ പ്രോഫിറ്റിലേക്കാണ് പോയത്. മറ്റൊരു സ്റ്റോക്ക് സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി ലിമിറ്റഡ്. സ്റ്റോക്കിൽ ഓൾറെഡി നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ സ്റ്റോക്ക് വീണ്ടും വലിയ റാലിയിലേക്ക് പോയി. 270 എന്ന നിലയിലാണ് സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 344 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 27% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു. അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ വലിയ പ്രോഫിറ്റിലേക്കും അതുപോലെ നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നലത്തെ നമ്മുടെ അപ്ഡേറ്റുകൾ. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇത്രയധികം ഇന്നലെ മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴും FIS ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 1602 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്ത്. DIS ആവട്ടെ 1959 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തിരിക്കുന്നു ഇന്നലെ. FISന്റെ ബൈയിങ് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണാം. US മാർക്കറ്റിലേക്ക് ഇന്നലെ US മാർക്കറ്റുകളിൽ 2024 ആദ്യ ട്രേഡിംഗ് സെഷൻ ആയിരുന്നു. ആദ്യ ട്രേഡിംഗ് സെഷൻ തന്നെ നഷ്ടത്തിലാണ് അവർ ക്ലോസ് ചെയ്ത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയരുകയുണ്ടായി. 2 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയായ 3.94 എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്.
ബാർക്ലീസ് ആപ്പിളിനെ ഡൗൺഗ്രേഡ് ചെയ്തതോടെ 3.5% മുകളിലാണ് ആപ്പിൾ ഇന്നലെ ഇടിഞ്ഞത്. ആപ്പിളിന് പുറമെ മറ്റ് മെഗാ ക്യാപ്പുകളും അവിടെ ഇടിയുകയുണ്ടായി. എൻവിദിയ, മെറ്റ, മൈക്രോസോഫ്റ്റ് എന്നിവ 1.4% മുതൽ 2.7% വരെയാണ് ഇടിഞ്ഞത്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ: ഡൗ ജോൺസ് 0.08% ഇടിഞ്ഞു. നാസ്ഡാക്ക് 1.99% ഇടിഞ്ഞു ക്ലോസ് ചെയ്തു. S&P 500 0.86% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. US-ൽ ഇന്നലെ ഹെൽത്ത് കെയർ സെക്ടറാണ് നേട്ടമുണ്ടാക്കിയത്. ഏകദേശം 1.8% അപ്സൈഡിലാണ് അവർ ക്ലോസ് ചെയ്യുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ടെക്സൈഡ് ഇന്നലെ വീക്കായിരുന്നു. ടെക്കും ബാങ്കും എല്ലാം വീക്ക് തന്നെയായിരുന്നു. ഇൻഫോസിസ് 1.58% ഇടിഞ്ഞത്. വിപ്രോ 1.71% ഇടിഞ്ഞു ക്ലോസ് ചെയ്തു. ICICI ബാങ്ക് 1.55% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.74%, ആക്സിസ് ബാങ്ക് 1.2% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി മാത്രമാണ് ഇന്നലെ അവിടെ നേട്ടമുണ്ടാക്കിയത്. 1.80% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന US മാർക്കറ്റിലേക്ക് വന്നാൽ ഡൗ ജോൺസ് 0.03% ഉയർന്നാണുള്ളത്. S&P 500 0.06%, നാസ്ഡാക്ക് 0.03% ഉയർന്നാണ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് US-ൽ നിന്നും ഡിസംബർ മാസത്തെ ഫെഡ് മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വരാനുണ്ട്. ജോബ് ഓപ്പണിംഗ്സ് റിപ്പോർട്ട് നവംബർ, ഡിസംബർ മാസങ്ങളിലെ ISM മാനുഫാക്ചറിംഗ് ഡാറ്റ എന്നിവ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ഡാറ്റകളാണ്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ ജർമ്മൻ മാർക്കറ്റ് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് 0.11% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.16% നഷ്ടത്തിലും, UK മാർക്കറ്റ് FTSE 0.15% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്സ് 600 0.2% ഇടിഞ്ഞത്. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ അവിടെ നേട്ടമുണ്ടാക്കി. 0.6% ഇന്നലെ ഉയർന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ്: ഡാക്സ് ഇപ്പോൾ 0.03% ഉയർന്നാണുള്ളത്. CAC 0.05% ഇടിഞ്ഞും, FTSE 0.03% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ US മാർക്കറ്റിൽ കണ്ട ഇടിവ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലും കാണാം. ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി 21,679 എന്ന നിലയിലാണ്. ചെറിയ ഒരു ഇടിവിൽ തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവാൻ സാധ്യതയുള്ളത് ഒരു ഗ്യാപ് ഡൗണിൽ തന്നെയാണ്. അതായത് നിഫ്റ്റിയിൽ ഇന്നൊരു 80 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ ഇടിവിലുള്ളത് കോസ്പി മാർക്കറ്റാണ്. ഏകദേശം 2% മുകളിലാണ് ഇപ്പോൾ കോസ്പി മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. തായ്വാൻ മാർക്കറ്റ് 1%, സിംഗപ്പൂർ മാർക്കറ്റ് 0.89% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഓയിൽ പ്രൈസുകൾ: US-ൽ റെക്കോർഡ് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷനും റെഡ് സീയിൽ വർദ്ധിച്ചു വരുന്ന ടെൻഷനുകളും ചൊവ്വാഴ്ച എണ്ണവില ഇടിയാൻ കാരണമായി. ഇപ്പോൾ ബ്രന്റ് ഉള്ളത് $75.82 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.26% ഇടിവിലാണ് ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത്. WTI 70.35 എന്ന നിലയിൽ 0.06% ഇടിവിലാണ് WTIയും ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് റിലേ ചെയ്യാൻ കഴിയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.